ഇന്ന് പുറത്തു വന്ന ഒരു കോടതി വിധിയും അതേപോലെ തന്നെ ഒരു കോടതി ഉത്തരവും ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ആ കോടതി വിധി എന്ന് പറയുന്നത് ഡൽഹിയിലെ വിചാരണ കോടതി ബ്രിജ്ഭൂഷൺ സിംഗിനെ വെറുതെ വിട്ടു. ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന് പറയുന്ന ആളിനെ അറിയാമല്ലോ, പീഡന വീരൻ എന്ന് പേരെടുത്ത ഒരാൾ. അയാൾ BJP MP ആയിരുന്നു. പക്ഷേ പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും അയാൾക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല. അതിന് പകരം അയാളുടെ മകനെ MP ആക്കിയിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. അതായത് ഒരാൾ ഇല്ലെങ്കിൽ അടുത്ത ആൾ വേണമല്ലോ, ഇല്ലെങ്കിൽ നാട് മുടിഞ്ഞു പോകത്തില്ലേ, ആകാശം ഇടിഞ്ഞു വീഴും. അങ്ങനെ ആ രീതിയിൽ ഓരോ കുടുംബത്തിൽ നിന്ന് അവരുടെ കുടുംബത്തിന് തന്നെ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ വേണ്ട, ഇല്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ. ഈ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഉണ്ടായ ആരോപണങ്ങളെന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അയാളെ ഇന്ന് വെറുതെ വിട്ടു വിചാരണ കോടതി. ആ ആരോപണം എന്ന് പറയുന്നത് ഗുസ്തി താരങ്ങളുണ്ടല്ലോ, ഗുസ്തി ഫെഡറേഷൻ്റെ അഖിലേന്ത്യാ ഗുസ്തി ഫെഡറേഷൻ്റെ ചെയർമാനായിരുന്നു അയാൾ. അപ്പോൾ ഇപ്പോഴും അയാളുടെ അധീനതയിൽ തന്നെയാണ് അതൊക്കെ നടന്നു പോകുന്നത്. അതുപോലെ ഇയാൾ പണ്ടെങ്ങാണ് ഗുസ്തിക്കാരനായിരുന്നായിരിക്കും. അപ്പോൾ എന്തായാലും അല്ലെ അടിയുറച്ച BJP കാരനാണ്. അപ്പോൾ ഇയാൾ പെൺപിള്ളേരെ പിടിക്കുന്നതാണ് ഇയാളെ ഏറ്റവും വലിയ പരിപാടി എന്നാണ് ആ വന്ന ആക്ഷേപം. ഈ ഗുസ്തി താരങ്ങൾ, അതായത് പ്രായപൂർത്തിയാവാത്തവർ, 18 വയസ്സിന് താഴെയുള്ള കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളെയും അത് കഴിഞ്ഞുള്ളവരെയും ഗുസ്തി താരങ്ങളെയും ഇയാൾ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നു എന്നുള്ള പരാതിയാണ് ഇയാൾക്കെതിരെ ഉയർന്നു വന്നത്. പക്ഷേ ഇയാൾക്കെതിരെ ജന്തർ മന്ദറിൽ എത്രയോ ദിവസം മഴയും വെയിലുമേറ്റ് ഈ ഗുസ്തി താരങ്ങൾ, നമ്മുടെ ഗുസ്തി താരങ്ങൾ വിനയ് ഫോഗട്ട് ഉൾപ്പെടെയുള്ള ഗുസ്തി താരങ്ങൾ സമരം ചെയ്തല്ലോ. അതുപോലെ പുരുഷ ഗുസ്തി താരങ്ങളും അവരോടൊപ്പം ചേർന്ന് തന്നെ സമരം ചെയ്തു. അതോടുകൂടി ഇന്ത്യയുടെ ഗുസ്തിയിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ഒരു ആധിപത്യം ഉണ്ടല്ലോ, അത് നശിക്കുന്ന നമ്മൾ പിന്നെ കണ്ടത്. വിഘ്നേഷ് ഫോഗട്ടിനെ ഇന്നും ഇപ്രാവശ്യം അന്ന് ഒഴിവാക്കി. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് മത്സരിച്ചെങ്കിലും അവസാനം അതിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് ഇനിയും രംഗത്ത് വരുമെന്നാണ് പറയുന്നത്. കാരണം അത് ആ കനലെന്ന് പറഞ്ഞ കെട്ടിട്ട് അത് ആ ചാരമൊന്നും ആയിട്ടില്ല. ആ ചാരത്തിനടിയിൽ തീ ഇപ്പോഴും കിടപ്പുണ്ട്. അതുകൊണ്ട് തൊടുന്നവർക്ക് കൈകൊള്ളും കേട്ടോ. അങ്ങനെ ഇയാളെ ഈ പീഡന വീരൻ എന്ന് പേരെടുത്ത ഒരാളിനെ അയാളെ പുറത്താക്കാനോ അയാൾക്കെതിരെ നടപടിയെടുക്കാനോ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അതിലെ മൗനം ഇങ്ങനെ ആചരിക്കുകയാണ് പതിവ് പോലെ. സാധാരണ മൗനമാണ്. ഇപ്പം മൗനം ആയിരുന്നിട്ട് പാർലമെൻറ്റിൽ പോലും പോകത്തില്ല. ഇത് പരാതികൾ വരും പ്രശ്നമുണ്ടെങ്കിൽ, എന്തെങ്കിലും കുഴപ്പമുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് അനങ്ങാതെ കയറി അകത്ത് മൂലയിലിരിക്കും. എന്നിട്ട് രാത്രി ഇരുന്നുകൊണ്ട് ഓരോ റീല് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് വിട്ടുകൊണ്ടിരിക്കും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. വേറെ അമിത്ഷാ ആണെന്നുണ്ടെങ്കിൽ വളരെ വലിയ പരാതികൾ അമിത്ഷായുടെ പേര് വരുന്നു, ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. പക്ഷേ വെളിയിൽ ഇറങ്ങത്തില്ല. ജനങ്ങളെ ഫേസ് ചെയ്യാൻ വയ്യ, പാർലമെൻറ്റേറിയൻസിനെ ഫേസ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് പാർലമെൻറ്റിൽ പോകത്തില്ല. അപ്പോൾ അങ്ങനെയുണ്ട്. ഇവർ പോകണമെന്നങ്ങ് എഴുതി വെച്ചിട്ടില്ലല്ലോ എന്നുള്ള ധാരണയാണ്. ഇവരല്ലേ യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ പോകേണ്ടവർ. അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ ന്യായീകരിക്കണം. ഇവർ പ്രസ്താവന നടത്താൻ മടിക്കുന്നതിൻ്റെ കാരണം എന്ത്? അതാണല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഈ മൂലയിൽ ഒളിച്ചിരിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തോ ആവട്ടെ, ഏതായാലും ആ ഗുസ്തി താരങ്ങളെ ഉണ്ടല്ലോ, ഈ പെൺകുട്ടികളെയൊക്കെ തെരുവിലൂടെ പോലീസുകാർ വലിച്ചഴിക്കുന്ന രംഗം നമ്മൾ ഉണ്ടായി. അതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടായി. ഇന്നിപ്പോൾ അതിൽ ഏതാണ്ട് 1500 പേജോ മറ്റോ വരുന്ന കുറ്റപത്രമാണ് ഇയാൾക്കെതിരെ വന്നത്. ഇയാൾ പ്രതിയാണല്ലോ അതിൽ. അപ്പോൾ അതിൽ ഒരുപാട് ആളുകളെയൊക്കെ വിസ്തരിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും കോടതി ഇയാളെ വെറുതെ വിട്ടു. ഇയാളെ കുറ്റവിമുക്തനാക്കി എന്നാണ് മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ. കുറ്റവിമുക്തൻ അതെന്തോന്ന് എനിക്കറിഞ്ഞൂടാ. കുറ്റവിമുക്തനൊന്നും ആക്കാൻ ഒക്കത്തില്ല ഒരാളെ. അതായത് ഈ കോടതി ഒരാളെ അക്വിറ്റ് ചെയ്യുമ്പോഴേ അയാൾ നിരപരാധിയാണെന്ന് കോടതി ഒരിക്കലും പറയത്തില്ല. ഒരു കോടതിയും പറയത്തില്ല. ഹീസ് ഇന്നസെൻ്റ് എന്നല്ല പറയുന്നത്. അതായത് ഹീസ് നോട്ട് ഫൗണ്ട് ഗിൽറ്റി എന്നേ പറയുള്ളൂ. ഹീസ് ഫൗണ്ട് നോട്ട് ഗിൽറ്റി എന്ന് പോലും പറയത്തില്ല. അയാൾ കുറ്റക്കാരനാണെന്ന് കാണാൻ പറ്റിയില്ല, അതേ പറയുള്ളൂ.
അല്ലാതെ അയാൾ കുറ്റക്കാരനല്ല എന്ന്, അതായത് നിരപരാധിയാണ് എന്ന് കോടതി പറയത്തില്ല. കാരണം കുറ്റം തെളിയിക്കാൻ പറ്റിയില്ല, അതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇയാളെ വെറുതെ വിട്ടു. അത് എന്താ വെറുതെ വിടാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, ഉത്തരവ് കണ്ടില്ല. പക്ഷെ എന്തായാലും വളരെ അതിശയം ഉണ്ടാക്കുന്ന ഒരു ഉത്തരവാണ്. കാരണം ഒരു നമ്മുടെ നിയമം അനുസരിച്ചും നമ്മുടെ സുപ്രീം കോടതിയുടെ വിധികൾ അനുസരിച്ചും ഒരു പെൺകുട്ടി ഒരു പീഡന വിവരം പുറത്ത് പറഞ്ഞാൽ, അത് മൊഴി കൊടുത്താൽ, അതിൻ്റെ സോൾ ടെസ്റ്റിമണി അത് മാത്രം മതി ഒരു പ്രതിയെ ശിക്ഷിക്കാൻ. ഇതിനകത്ത് ഇയാൾക്കെതിരെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ എന്നാണ് വരുന്നത്, മൊഴി കൊടുത്തിട്ടുണ്ട് ആളുകൾ. പക്ഷേ കുറേ പേരൊക്കെ കൂറുമാറി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഭീഷണിയും അതുപോലുള്ള നിന്ന് വഴിക്കാൻ വയ്യാതൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ പാവിയൊക്കെ ഓർത്ത് കുറേ പേര് കളയും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ഈ വിരട്ട് കൊണ്ട് കുറേ പേര് മാറും, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ശരി, ഒരാളെങ്കിലും ഇയാൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഉറപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇയാളെ എങ്ങനെ വെറുതെ വിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്. ഇനി അതിൻ്റെ ഉത്തരവ് നമ്മൾ കാണണം. ഏതായാലും വിവാദപരമായ ഒരു ഉത്തരവായിട്ടത് മാറും, ഒരു വിധിയായിട്ടത് മാറും എന്നുള്ളതിന് സംശയമില്ല. അതിൻ്റെ അകത്ത് ഇപ്പോൾ ആ ഗുസ്തി താരങ്ങൾ അതിലേക്ക് അപ്പീൽ പോകുന്നതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് ഹൈക്കോടതിയിലേക്ക്. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഇനി അപ്പീൽ കൊടുക്കേണ്ടതായിട്ട് വരും അക്വിറ്റലിനെതിരെ. അതിനി എന്തോ ആവട്ടെ. അതുപോലുള്ള ഒരു വാർത്തയാണ് ഇന്ന് വന്നത്. അതായത് ED ആക്രമിച്ച കേസുണ്ടല്ലോ, അതായത് വീണ തൈക്കണ്ടിയുടെ വീണ ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്താനായിട്ട് ED ഉദ്യോഗസ്ഥർ വന്നു. അപ്പോൾ വീണയ്ക്ക് ആ CPM ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നുമില്ല. വീണയ്ക്കെതിരെ ഉള്ള കേസിലാണ് വീണ താമസിക്കുന്ന വീണയുടെ വീടിൽ റെയ്ഡിന് വന്നു. അവിടെ ശ്രീ പിണറായി വിജയനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിൽ അദ്ദേഹം ഭാര്യയും താമസിക്കുന്നതിൽ തെറ്റൊന്നും പറയാനൊക്കത്തില്ല. അപ്പോൾ ഇത് മനഃപൂർവ്വം മാർക്സിസ്റ്റ് പാർട്ടിയെ കരിവാരിത്തേക്കാനാണ്, പിണറായി വിജയനെ ഉപദ്രവിക്കാനാണ് എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർട്ടി സെക്രട്ടറി നമ്മുടെ MV ഗോവിന്ദനൊക്കെ പോയി അവിടെ ഇരുന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അവിടെ ആളിനെ കൂട്ടി, കുറേ ആളുകൾ, തെരുവ് ഗുണ്ടകളെ പോലുള്ള ആളുകൾ ഇനി കൂടി, DYFIയുടെ ആളുകളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതായാലും കൂടിയിട്ട് ഇവരുടെ ഈ കാറുകൾ, ഇവർ പോയ കാറുകളൊക്കെ അങ്ങ് തല്ലിപ്പൊളിച്ചു. ആ കാറുകളെന്ന് പറഞ്ഞാൽ വാടകയ്ക്കെടുത്ത കാറുകളാണ് ED തല്ലിപ്പൊളിച്ചു. അതിൽ ആ ഒരു കാറിലെ ഡ്രൈവറുടെ വിരലിന് പരിക്കേറ്റു. അല്ലാതെ വേറെ വലിയ പരിക്കുകളൊന്നും ഇതിലെ ഉദ്യോഗസ്ഥർക്ക്, ED ഉദ്യോഗസ്ഥർക്കൊന്നും വന്നിട്ടില്ല. അവർ അവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന നേരത്താണ് ഈ പ്രശ്നം മുഴുവൻ അരങ്ങേറിയത്. എന്തിനായി സമരം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അറിഞ്ഞൂടാ എന്തിനാണെന്ന്, ഈ അണികൾക്ക് അറിഞ്ഞൂടാ. ഇത് പിണറായി വിജയനെതിരെയുള്ള ഒരു അന്വേഷണമല്ല അവിടെ വന്നത്, അവർ നടത്തിയത്. അവർ റെയ്ഡിന് വന്നത് വീണ തൈക്കണ്ടിയുടെ, അതായത് പിണറായി വിജയൻ്റെ മകളുടെ വീണ വിജയനെ എതിരെ ഉള്ള കേസിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള റെയ്ഡിനാണ് അവർ വന്നത്. അപ്പോൾ ഞാനിത് പറയാൻ വന്നത്, ഇതിപ്പോൾ 67 ദിവസം ഇവന്മാരകത്ത് കിടന്നു. ഇന്നാണ് അവർക്ക് ജാമ്യം കൊടുക്കുന്നത് ഹൈക്കോടതി. ഇനി ആർക്കാണ്ട് കുറച്ച് പേർ കൂടെ ഉണ്ട്, അത് നാളെ കൊടുക്കും. ജാമ്യം കൊടുക്കുന്നതിന് തെറ്റില്ല. കാരണം എന്തെന്നറിയാൻ, ഇവരെ കണ്ടിന്യൂഡ് കസ്റ്റഡി, എന്നത്തേക്കും ഒരാളെ കസ്റ്റഡി ഇടണമെന്നൊന്നുമില്ല, അങ്ങനെ ഇടാൻ പാടില്ല. അല്ലെങ്കിൽ അവരെ അത്രത്തോളം വലിയ ഗ്രേവ് ക്രൈംസ് നടത്തുന്നവരായിരിക്കണം. വീണ്ടും ആൻറ്റിസിഡൻസ് ഒക്കെ കാണണം. അതൊന്നും ഇവർക്ക് ഉള്ളതായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതാണ്. ഗവൺമെൻറ്റിനെതിരെ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ഒഫൻസാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നേക്കുന്നത്. ED ഉദ്യോഗസ്ഥന്മാർ വന്നു അവരെ തടയുന്നതിനും അവരെ ദേഹോദരം ഏൽപ്പിക്കുന്നതിലേക്കും കാര്യങ്ങളെത്തി. അപ്പോൾ അതിനകത്ത് ഒരു വധശ്രമം ഉൾപ്പെടെയുള്ള അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ ഉൾപ്പെടെയുള്ള ഒഫൻസുകളാണ് ചാർത്തിയിരുന്നത് ഇവരുടെ പേരിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ നിന്ന് ജാമ്യം കൊടുക്കാൻ എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ, അതായത് വധശ്രമത്തിൻ്റെ ഒഫൻസ് നിലനിൽക്കത്തില്ല. ഇയാൾക്കൊരു കൈയുടെ വിരലിനെങ്ങാണ്ടൊരു മുറിവ് മാത്രമേ ഉണ്ടായുള്ളൂ എന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞു. പക്ഷേ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിൻ്റെ കാരണം പല വിധിന്യായങ്ങളനുസരിച്ചും ഒരാൾക്ക് വലിയ മുറിവുകൾ തന്നെ വേണമെന്നൊന്നുമില്ല. യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു ശ്രമം ഉണ്ടായാൽ മതി, അവരെ വധിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായാൽ മതി. അത്രയും അതായത് ആ തല്ലിപ്പൊളിക്കുന്ന വ്യഗ്രതയൊക്കെ ഉണ്ടല്ലോ, ഒരു അൺറൂളി മോബ്, അതായത് നിയന്ത്രിക്കാനില്ലാത്ത ഒരു കൂട്ടമാണ് അവിടെ വന്നത്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോബ് ആൾക്കൂട്ടം വന്നിട്ട് അവർ അക്രമങ്ങൾ കാണിക്കുമ്പോൾ
അതിനകത്ത് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല ഇതിനകത്തൊന്നുമില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വധശ്രമം ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞത് ഒരപക്വമായ തീരുമാനമായിപ്പോയി ഹൈക്കോടതിയുടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അതിൻ്റെ സ്റ്റേജ് ഇതല്ല. എവിഡൻസൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ വധശ്രമം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ബ്ലൈൻഡായിട്ട് കയറി വധശ്രമമൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റുന്നതല്ല. പിന്നെ അത് പോയിക്കോട്ടെ, പക്ഷേ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവർക്ക് ജാമ്യം കൊടുക്കണം. കാരണം അവരുടെ തെളിവെടുപ്പെല്ലാം കഴിഞ്ഞു. അവരെ ഇതെല്ലാം കഴിഞ്ഞാണ് അവരെ കണ്ടിന്യൂഡ് കസ്റ്റഡി. ഇനി ഈ കേസിൻ്റെ തുടരന്വേഷണത്തിന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുത്തത് ശരിയായ ഒരു തീരുമാനം തന്നെയാണ്. 67 ദിവസമായി. ഞാൻ പറയുന്നത് ഈ പുണ്ണാക്കന്മാരിൽ ഈ കിടന്ന ഈ 67 ദിവസം നീക്ക് എന്തിനാ കിടന്നേ? 67 ദിവസം എൻ്റെ വീട്ടുകാരെയും കളഞ്ഞിട്ട് ആർക്ക് വേണ്ടിയാണ് കിടന്നേ? ഇതൊന്ന് ചിന്തിക്കണം. ഈ 67 ദിവസം കിടന്നു, നാളെ 68 തികഞ്ഞ് ഇറങ്ങുന്നവന്മാരും ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ എന്തിനാ ഇറങ്ങിയേ? നിങ്ങളുടെ ഈ നേതാക്കന്മാരെന്ന് പറയുന്നവരുടെ മക്കള് അവർ ഈ അടികൊള്ളുകയോ ഇതുപോലെ ജയിലിൽ കിടക്കുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒന്നും വേണ്ട. നമ്മുടെ പിണറായി വിജയൻ്റെ 2 മക്കൾ ആണല്ലോ. ഒരാൾ വിദേശത്ത് ആണ് ജോലി ചെയ്യുന്നത്, മകൻ എന്തോ പഠിച്ച് അതൊക്കെ പോയേക്കാണ്. മകള് വീണ വിജയൻ കോയമ്പത്തൂര് നമ്മുടെ ഇവരുടെ കോളേജിൽ അമൃതാനന്ദമയ്യയുടെ കോളേജിൽ പഠിച്ച് പാസ്സായി തന്നെത്താൻ കമ്പനിയൊക്കെ തുടങ്ങി എല്ലാം ആയി. കരിമണൽ കറുത്തതായി നിന്ന് കാശുമൊക്കെ വാങ്ങിച്ച് വെള്ളത്തിലായി ഇപ്പോൾ പ്രശ്നം ഇരിക്കുകയാണ് ഉണ്ട്. ബാക്കിയുള്ള നേതാക്കൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആ നേതാക്കൾ ഇതിൽ വലിയ നേതാക്കളുണ്ടോ? അവരുടെയൊക്കെ മക്കൾ വിദേശങ്ങളിൽ പോയി പഠിക്കും, എല്ലാം ചെയ്യും, അവർ ജോലി വാങ്ങും, അവരതൊക്കെ ചെയ്യും. നിങ്ങൾ ഈ അടികൊള്ളാൻ ഈ തെരുവ് ഇറങ്ങുന്നവന്മാർ ആലോചിക്കണം എന്തിനെന്ന്. നിങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടിയാണെങ്കിൽ പിന്നെ നമുക്ക് പറയാം എൻ്റെ രാഷ്ട്രീയമാണെന്ന്. ഇത് വീണ ടീക്ക് നിങ്ങൾ ഇറങ്ങാനുള്ള രാഷ്ട്രീയം നിങ്ങൾക്ക് എന്താ കാണേണ്ടത്? ആലോചിക്കണ്ടേ? ഒന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾ തെരുവിലേക്ക് ഇറക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇത് വെറുതെ ഞാൻ എന്തിനാ എൻ്റെ വീട്ടുകാരെയും കളഞ്ഞിട്ട് ഈ ജയിലിൽ പോയി കിടക്കുന്നത് ആലോചിക്കണം. പിന്നെ ജയിൽവാസം ഇന്ന് സുഖകരമാണ്, കുഴപ്പമില്ല. ആ ഒരു കാഴ്ചയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം റോഡിൽ നടന്ന് അടിയുണ്ടാക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ അകത്ത് ചാപ്പാടും കഴിച്ചുകൊണ്ട് വെറുതെ കിടക്കുന്നത്. നല്ലതായിരിക്കും. പക്ഷേ ചിന്തിക്കണം ഇത്.